എല്ലാ കൂട്ടുകാർക്കും കേക്ക് ലൈഫിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കേക്ക് ഒരു 1.5 kg വരുന്ന വാനില ഫ്ലേവറിലുള്ള കേക്കാണ്. കഴിഞ്ഞ വർഷം പുള്ളിക്കാരി മോൻ്റെ പിറന്നാളിന് നമ്മുടെ അടുത്ത് നിന്ന് തന്നെയാണ് കേക്ക് വാങ്ങിച്ചത്. റെഫറൻസ് പിക്ക് മുൻപ് തന്നിട്ടുണ്ടായിരുന്നു. ടോം ആൻഡ് ജെറി തീമിലുള്ള ഒരു കേക്കാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. ടോളാക്കി ചെയ്യാനാണ് പറഞ്ഞത്. സ്പോഞ്ച് എല്ലാം നമ്മൾ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 5 ലെയറാക്കി ഇതിനെ കട്ട് ചെയ്ത ശേഷം നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഈ കേക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിങ്ങളുമായിട്ടൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണയായി എല്ലാ ഹോം ബേക്കേഴ്സും എല്ലാം ടയർ കേക്കിനും ടോൾ കേക്കിനും ഒക്കെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. ലോങ് ട്രാവലൊക്കെ കേക്ക് ഡെലിവറി ഉണ്ടാകുമ്പോൾ കേക്ക് ഷെയ്ക്ക് ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കെ സാധ്യത കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഈ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. ഇത് കേക്കിൽ അറ്റാച്ച് ചെയ്യുന്നതോടെ നല്ല സേഫായിട്ട് നമ്മുടെ കേക്ക് ഇരിക്കുകയും ഡാമേജ് ഒന്നും കൂടാതെ കേക്ക് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാനും പറ്റും. എന്നാൽ 2 ദിവസം മുൻപ് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളായി ഈ വീഡിയോ ഇറങ്ങിയിട്ട്. ഞാൻ കണ്ട 2 ദിവസം മുൻപാണ്. ഇപ്പോൾ ടീനേജേഴ്സിൻ്റെ ഇടയിൽ കണ്ടുവരുന്ന ഒരു കലാപരിപാടിയാണ് കേക്ക് കട്ട് ചെയ്യുന്ന ആളെ മുഖം മുഴുവൻ കേക്ക് കൊണ്ട് മൂടി പ്രാങ്ക് ചെയ്യുന്നത്. ഒരു വിരലിൽ കുറച്ച് ക്രീം എടുത്ത് കവിളിൽ തേക്കുന്നതിലൊന്നും തെറ്റില്ല. എന്നാലൊരു ഫൺ എന്നതിനും അപ്പുറം കാട്ടിക്കൂട്ടുന്ന ഇത്തരം കോമാളിത്തരത്തിന് മറ്റൊരാളുടെ ജീവൻ കൂടി അപഹരിച്ചേക്കാം. കേക്കിനുള്ളിൽ ഇങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടുള്ള വിവരം ആരും അറിയാത്തത് കൊണ്ടാണ് ആ വീഡിയോയിൽ കേക്ക് കട്ട് ചെയ്യുന്ന വ്യക്തിക്ക് ആളുടെ കണ്ണ് നഷ്ടപ്പെടാൻ കാരണമായത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ആഘോഷങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേക്ക് കഴിക്കാനുള്ളത് മാത്രമാണെന്നൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. കേക്ക് സേഫായി ഇരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സ്റ്റിക്കുകളെല്ലാം കേക്കിൽ ഉപയോഗിക്കുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കേക്കിന് വേണ്ടിയിട്ട് ടോമും ജെറിയും എല്ലാം പ്രിൻ്റ് എടുത്തിരിക്കുന്നത് ലേസർ പ്രിൻ്റാണ്. അതുപോലെ ഫോണ്ടൻ വർക്കിൽ ചെറിയൊരു ഡെക്കറേഷൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയർ എല്ലാം ചെയ്യണം. നമ്മുടെ FB പേജായ ജസ്ന പ്രദീപിൻ്റെ FB പേജും ഒന്ന് ഫോളോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. നിന്റെയുള്ളോ സ്നേഹമല്ലേ, നിന്നുടലോ നന്ദിയല്ലേ, കണ്ണു രണ്ടും കാവലല്ലേ, മണ്ണിതിൽ നീ നന്മയല്ലേ, കള്ളമില്ല സ്നേഹത്തോടെ ഉള്ളു തൊടുമ്പോൾ നീയിരിക്കും ഞാൻ നിനക്കും ചങ്ങാതിയായി, തമ്മിൽ തമ്മിൽ ചൊല്ലിടാതെ ഉള്ളറിഞ്ഞപ്പോൾ നീയിരിക്കും ഞാൻ നിനക്കും കണ്ണാടിയായി. സരമേ സഖിയോ സഹയാത്രികയോ നിഴലോ നിധിയോ കനവിൻ തിരിയോ മനസ്സിൽ മൊഴി പോൽ ചെറുവാനാട്ടി വരുവാൻ